ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വാങ്ങിയവർ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ചില കാര്യങ്ങൾ നമ്മളവിടെ പറയുന്നുണ്ട്, അത് നിങ്ങളെ പ്ലാന്റുകൾക്കൊക്കെ ഉപകാരപ്പെടും. നമ്മുടെ കയ്യിൽ നിന്നും കുറേ പേര് പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ട്, ഈ പേരക്കയോടൊക്കെ പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പ്ലാന്റുകളുടെ സ്ഥിതിയൊക്കെ എന്താണ് എന്നൊക്കെ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. കാരണം നിങ്ങളൊക്കെ വാങ്ങിച്ച തൈകളുടെ മദർ പ്ലാന്റാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ തൈകളൊക്കെ നമ്മൾ വീഡിയോയിലിട്ടപ്പോൾ പലരും പറഞ്ഞിരുന്നു, ഇതിപ്പോൾ ഈ തൈയിൽ കാണുന്ന പൂക്കളും കായ്കളും മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നീട് അതൊന്നും കാണില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ വാങ്ങിച്ചതിൻ്റെ മദർ പ്ലാന്റാണ്. നമ്മളിത് ചട്ടിയിൽ നിന്ന് മാറ്റി താഴേക്ക് വെച്ചതാണ്, അത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മദർ പ്ലാന്റായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എയർ ലെയറിങ് ചെയ്ത് വേര് പിടിച്ചതൊക്കെ നമ്മളിപ്പോഴും കട്ട് ചെയ്ത് തൈകളാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത ഉടനെ അവിടെ നിന്ന് വീണ്ടും ബ്രാഞ്ചുകളൊക്കെ വന്ന് പൂക്കളോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നിറയെ പൂക്കളും കായ്കളൊക്കെയാണ്. ചിലതൊക്കെ കൊഴിഞ്ഞു പോയെന്ന് വരും, എന്നാലും എല്ലാം കൊഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ ഇവിടെ കാണിക്കാൻ കാരണം, നിങ്ങളൊക്കെ പലരും വാങ്ങിയവർ നിങ്ങളുടെ തൈകളൊക്കെ എന്തായി എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അതിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണെങ്കിലും നിങ്ങൾ നമ്മുടെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിനെന്താണ് പോരായ്മയുള്ളത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിയപ്പോഴുള്ള അതേ വാട്സപ്പിൽ തന്നെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതിനെന്താണ് പോരായ്മ എന്നുള്ളതൊക്കെ നമ്മൾ അതിലേക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരും. അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ അതിന് യോജിച്ച, വളരാൻ യോജിച്ച സ്ഥലവും അതിനുവേണ്ട വളപ്രയോഗവും വെള്ളവും എല്ലാം അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിലൊക്കെ അതിന് ലഭിച്ചാൽ ഈ കാണുന്ന പോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ വാങ്ങിയ പ്ലാന്റ് നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം അതിനെന്തെങ്കിലും പോരായ്മ കാണുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്ലാന്റിനെ വഴി പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട രീതി ശരിയല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയവർ ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർ എന്താണ് പ്ലാന്റിൻ്റെ അവസ്ഥക്കെന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. അതിന് വേണ്ട രീതിയൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കട്ട് ചെയ്തോടത്തൊക്കെ വീണ്ടും ബ്രാഞ്ചുകൾ വന്ന് നിറയെ പൂക്കളും കായ്കളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ട ഒന്ന്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പുമായി ബന്ധപ്പെടുക. പിന്നെ പറയാനുള്ളത്, ഈ മുളകിൻ്റെ വിത്ത് വേണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ പലരും വേണമെന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലെറ്റർ നമുക്ക് 3 നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളൂ. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ആ മെസ്സേജ് അയച്ചവർ ലെറ്റർ അയച്ചു തരിക. മുളക് കൂടുതൽ ഉണങ്ങിക്കഴിഞ്ഞാൽ വിത്ത് മുളക്കാൻ ചിലപ്പം പ്രയാസമായിരിക്കും. ഈ മുളകിൻ്റെ വിത്ത് അങ്ങനെയാണ്. അപ്പോൾ അത് കിട്ടിയ ലെറ്റർ നമ്മൾ അടുത്ത് തന്നെ തിരിച്ചയച്ചു തരും. അപ്പോൾ അങ്ങനെ അയച്ചവരുണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചു എന്ന് മെസ്സേജ് അയച്ചാൽ നന്നായിരിക്കും. അപ്പോൾ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് തിരിച്ച് പറയാമല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.